ഗാസയിൽ പാലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചിട്ട് 467 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഏകദേശം 15 മാസത്തിലധികമാണ് യുദ്ധം നടന്നത്. ദിവസേനയുള്ള ബോംബാക്രമണങ്ങളും മരണങ്ങളും പരിക്കുകളും പലായനം, പട്ടിണി, കൊടും ചൂടും, മരവിപ്പിക്കുന്ന തണുപ്പും എന്നിങ്ങനെ തുടങ്ങി ഗാസയിലെ ജനങ്ങൾ നേരിട്ട ദുരിതങ്ങൾ നരകതുല്യമായിരുന്നുവെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ കാലയളവിനുള്ളിൽ കുറഞ്ഞത് 42,707 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ 18,000 പേർ കുട്ടികളാണെന്നുള്ളത് യഥാർത്ഥത്തിൽ വേദനാജനകമാണ്. ഈ മരണസംഖ്യ പ്രകാരം ഗാസയിൽ 50 പേരിൽ ഒരാളുടെ വീതം ജീവൻ ഒടുക്കപ്പെട്ടതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥ എണ്ണം ഇതിലും കൂടുതലാണെന്ന് പല വിശകലന വിദഗ്ധരും മനുഷ്യാവകാശ സംഘങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട്. ഗാസയിൽ ജനസംഖ്യയുടെ പകുതിയും 18 വയസ്സിന് താഴെയുള്ളവരാണ് ഉൾപ്പെടുന്നത്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇസ്രായേൽ ഒന്നിലധികം തലമുറകളെയാണ് ഓരോ കുടുംബങ്ങളിൽ നിന്നും പ്രധാനമായും തുടച്ചു നീക്കിയത്. സിവിൽ രജിസ്റ്റർ പ്രകാരം 1,10,265 പേർക്ക് ആക്രമണങ്ങളിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് 20 പേരിൽ ഒരാൾ എന്ന നിലയിലാണ് വരുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം പരിക്കേറ്റവരിൽ 1/4 പേർക്കും, അതായത് ഏകദേശം 22,500 പേർക്ക് മാരകമായി പരിക്കുകളാണ് ഏറ്റത്. അവർക്ക് പുനരധിവാസം വളരെയധികം അനിവാര്യമാണ്. പാലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിന്റെ ഉപരോധം കാരണം അനസ്തേഷ്യ കൂടാതെ നടത്തിയ ഓപ്പറേഷനുകളിലും അംഗഛേദങ്ങളിലും ഓരോ ദിവസം 10 കുട്ടികൾക്ക് 1-2 കാലുകൾ നഷ്ടപ്പെട്ടുവെന്നാണ് വെളിപ്പെടുത്തുന്നത്. 2024 അവസാനത്തോടെ പരമാവധി കുറഞ്ഞത് 4,500 അംഗഛേദം നടന്നിട്ടുണ്ടെന്ന് പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥിരീകരിച്ച ഈ അപകടങ്ങൾക്ക് പുറമെ ആയിരക്കണക്കിന് ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നുണ്ട്. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനും കോൺക്രീറ്റിന് അടിയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനും മതിയായ ഉപകരണങ്ങൾ ഇല്ലാത്തത് യഥാർത്ഥത്തിൽ സന്നദ്ധ പ്രവർത്തകരെയും പാലസ്തീൻ സിവിൽ ഡിഫൻസ് ജീവനക്കാരെയും പ്രതിസന്ധിയിലാക്കുകയാണ്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ എത്ര പേർ മരിച്ചിട്ടുണ്ടെന്നറിയാൻ യാതൊരു മാർഗവുമില്ല. 85,000 ടൺ സ്ഫോടക വസ്തുക്കൾ ഗാസയിൽ പതിച്ചിട്ടുണ്ടെന്ന് പാലസ്തീൻ പരിസ്ഥിതി ഗുണനിലവാര അതോറിറ്റി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. UN ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ കണക്കുകൾ പ്രകാരം 42 ദശലക്ഷം ടണ്ണിലധികം വരുന്ന ബോംബിംഗ് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ 1 ദശാബ്ദത്തിലേറെ സമയമെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അവശിഷ്ടങ്ങൾ വൃത്തിയാക്കുന്ന ദൗത്യത്തിനിടെ പൊട്ടാത്ത ബോംബുകൾ കൈകാര്യം ചെയ്യേണ്ട ഭയാനക സാഹചര്യം നിലനിൽക്കുകയും അവിടെ ചെയ്യുന്നുണ്ട്.